ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉത്രാടം വ്ളോഗുമായിട്ട് വന്നതാണ്. വേറൊന്നുമല്ല, ഞാനൊരു ഫുൾ വ്ളോഗായിട്ട് ഇടണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമുക്ക് സമയപരിമിതി മൂലം, അതായത് വീഡിയോ എടുക്കേണ്ടതൊക്കെ കാരണം നമുക്കത് കഴിഞ്ഞില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, വേറെ ആരും ഇല്ലല്ലോ നമുക്ക് ഹെൽപ്പ് ചെയ്യാനോ എന്തിനൊന്നും ആയിട്ട്. അപ്പോൾ ഞാനും ഏട്ടനും തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കലും നമുക്കത് കുറച്ച് കുട്ടികളെ അമലുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാതും കൂടെ നമുക്ക് നടന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്നാലും എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ ഷോർട്സ് ആക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ ഒരു സന്തോഷം കേട്ടോ. കാരണം ഞാൻ സദ്യ പിന്നെ പൂക്കളം എല്ലാം ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്തവണ ഞാൻ പൂക്കളത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജ് അമലുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അവന് ഒരുപാട് ഇഷ്ടമാണ് പൂക്കളം ഒരുക്കുന്നതൊക്കെ. പിന്നെ അവൻ ഭംഗിയായിട്ടെല്ലാം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവനെ ഏൽപ്പിച്ചു. പിന്നെ ഉത്രാടത്തിൻ്റെ സദ്യ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ തിരക്ക് എന്ന് പറയുന്നത് വിചാരിച്ചാൽ, ഉത്രാടത്തിനാണ് നമ്മളെ വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. തിരുവോണത്തിന് എൻ്റെ വീട്ടിലും ഏട്ടൻ്റെ വീട്ടിലുമായിട്ടാണ് കേട്ടോ നമ്മൾ ആഘോഷിക്കുന്നത്. ഏട്ടൻ്റെ വീട്ടിൽ പോയി സദ്യ കഴിച്ചതിന് ശേഷം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവും. അങ്ങനെയാണ് എല്ലാ തവണയും ചെയ്യാറ്. പിന്നെ ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ സദ്യ കഴിച്ചതിന് ശേഷം അമലുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് സദ്യ കഴിച്ചിട്ട് പോയി. ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. വേറൊന്നുമല്ല, അവർക്ക് വീഡിയോ എടുക്കുന്നതൊന്നും അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരാളുടെ പ്രൈവസിയിൽ കയറി കൈ കടത്താൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ ഒഴിവാക്കി കേട്ടോ. പിന്നെ കുറച്ച് ആളുകൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാം കൊണ്ടുവന്നിരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എല്ലാം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. പിന്നെ ആഫ്റ്റർനൂൺ നമ്മളിത് ആ പാറക്കുട്ടീൻ്റെ കുറച്ച് ഓണം ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കേട്ടോ. അപ്പോഴേക്കും മഴയൊക്കെ പെയ്തത് കാരണം കൂടുതലായിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഉത്രാട വിശേഷങ്ങൾ. അപ്പോൾ തിരുവോണത്തിൻ്റെ ഫുൾ വ്ളോഗായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ബൈ.